Good afternoon, everyone. Good afternoon. Good afternoon, ma'am. Yeah, good afternoon. Okay. So have you had your lunch? Lunch show active ആണോ? ആരോടാ ചോദിക്കുന്നത് ഞാൻ അല്ലേ? ചോദിച്ചാൽ ഒരു റെസ്പോണ്ടും ഇല്ല. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ would have എക്സ്പ്രഷൻ വെച്ചിട്ടാണ് അവസാനിപ്പിച്ചത് അല്ലെ? would have ആണ് നമ്മൾ പറഞ്ഞത്. So let's continue the topic. Okay, Ida, next expression is feel like plus verb plus ing, subject plus feel like, subject plus മിസ് ഒന്നും കൂടെ പറഞ്ഞു തരോ? കേട്ടില്ല. Yeah, subject plus feel like plus verb ing. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, നോക്കിയെടുക്കാം. Okay, subject plus feel like, sorry, feel plus ഇല്ലാട്ടോ, feel like ആണ്, ഒരു ഒറ്റ വാക്കാണത്. feel like, it's my mistake, sorry. Subject plus feel like plus verb ing എന്നാണ് വരാ. മീനിങ് വരുന്നത് അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നൊരു മീനിങ്ങിലാണ്. അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് പാട്ട് പാടിയ കൊള്ളാമെന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് സിംഗിങ്, എനിക്ക് പാട്ട് പാടിയ എനിക്ക് പാട്ട് പാടിയ കൊള്ളാമെന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് സിംഗിങ് എന്ന് പറയാം. ഐ ഫീൽ ലൈക്ക് സിംഗിങ്. ഇനി എനിക്ക് ഡാൻസ് കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് ഡാൻസിങ് എന്ന് പറയാം. ഐ ഫീൽ ലൈക്ക് ഡാൻസിങ് എന്ന് പറയാം. ഓക്കെ, ഐ ഫീൽ ലൈക്ക് സിംഗിങ്, ഐ ഫീൽ ലൈക്ക് ഡാൻസിങ്. എനിക്ക് അത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയണമെങ്കിൽ ഫീൽ ലൈക്ക് എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, clear? So moving on, the next expression is subject plus remember plus verb ing. Subject plus remember plus verb ing. അങ്ങനെ ചെയ്തതായിട്ടോ പ്രവർത്തിച്ചതായിട്ടോ ഓർക്കുന്നു എന്നൊരു മീനിങ്ങിലാണ്. അങ്ങനെ ചെയ്തതായിട്ടോ പ്രവർത്തിച്ചതായിട്ടോ ഓർക്കുന്നു. I remember seeing you somewhere. ഞാൻ എവിടെയോ കണ്ടതായി ഞാൻ ഓർക്കുന്നു. എവിടെയോ വെച്ച് കണ്ടതായി ഞാൻ ഓർക്കുന്നു. I remember seeing you somewhere. ഞാൻ ഒരു വട്ടം ഈ പാട്ട് പാടിയതേ ഓർക്കുന്നു. I remember hearing this song once. I remember hearing this song once. I don't remember staying with him. എനിക്ക് അവന്റെ കൂടെ താമസിച്ചാൽ എനിക്ക് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ നെഗറ്റീവും പറയാം കേട്ടോ. പോസിറ്റീവ് മാത്രമല്ല, നമുക്ക് നെഗറ്റീവും കൂടെ നമുക്ക് പറയാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. I don't remember staying with him. I don't remember staying with him. ഓക്കെ, നമ്മൾ ഇതുവരെയും സബ്ജക്റ്റിന്റെ കൂടെ നൗൺ വെർബ് യൂസ് ചെയ്തിട്ടാണ് എക്സ്പ്രഷൻസ് എല്ലാം പറഞ്ഞത് അല്ലെ? വെർബ് ഉണ്ടായിരുന്നു, എല്ലാ എക്സ്പ്രഷനിലും നമുക്ക് വെർബ് ഉണ്ടായിരുന്നു.
പക്ഷെ ഇനി അങ്ങോട്ട് അടുത്തൊരു എക്സ്പ്രഷൻ പറയുമ്പോ അതിൽ വെർബ് ഉണ്ടാവില്ല, പകരം അഡ്ജക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ വെർബുള്ള ലാസ്റ്റ് എക്സ്പ്രഷൻ ആണിത്. സബ്ജക്ട് പ്ലസ് പ്ലസ് വെർബ് ing. അങ്ങനെ ചെയ്ത് പരിചയമുണ്ട് എന്നൊരു മീനിങ്ങിലാണ് വരാം. അങ്ങനെ ചെയ്ത് പരിചയമുണ്ട്. സോറി, സബ്ജക്ട് പ്ലസ് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് ing. ഓക്കെ, സബ്ജക്ട് പ്ലസ് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് വെർബ് ing എന്നാണ് വരാം. ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുന്നതിൽ പറ്റുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. ഓക്കെ, മീനിങ് അങ്ങനെ ചെയ്ത് പരിചയമുണ്ട് എന്നാണ്. അങ്ങനെ ചെയ്ത് പരിചയമുണ്ട്. എക്സാമ്പിൾ, ഐ എം യൂസ്ഡ് ടു വർക്കിംഗ് ഹാർഡ്. എനിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പരിചയമുണ്ട്. They are used to getting up early. അവർക്ക് നേരത്തെ എഴുന്നേറ്റ് ശീലമുണ്ട്. അവർക്ക് നേരത്തെ എഴുന്നേറ്റ് ശീലമുണ്ട്. early. ഓക്കെ, അപ്പോ ഇതുവരെ നമ്മൾ വെർബ് വെച്ചിട്ട് പറഞ്ഞു അല്ലെ? വെർബ് വെച്ചിട്ടാണ് ഒരു എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് അഡ്ജക്റ്റീവ് വെച്ചിട്ടാണ്. നമുക്ക് വെർബ് ഉണ്ടാവില്ല, എന്നുള്ള എക്സ്പ്രഷനിലെ വെർബ് ഇല്ല. ഓക്കെ, ഒരു എക്സ്പ്രഷൻ ആണ് സബ്ജക്ട് ലുക്ക് പ്ലസ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്താണ്? നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ്. സോ ഇത് നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഈ അഡ്ജക്റ്റീവ്. ഓക്കെ, ഇപ്പോ മീനിങ് വരുന്നത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ബൈ അപ്പിയറൻസ്, അപ്പിയറൻസിലൂടെയാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് അല്ലെ? ഒരാളെ കണ്ടിട്ട് ക്ഷീണിതനായിട്ട് തോന്നുന്നത്, ടയേർഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു അപ്പിയറൻസ് ആകാം, ബോഡി ലാംഗ്വേജ് ആകാം അല്ലെ? ആ രീതിയിലാണ് നമുക്ക് അയ്യോ അവൻ കുറച്ച് ടയേർഡ് ആണ്, അവരെ കണ്ടിട്ട് ടയേർഡ് ആണെന്ന് തോന്നുന്നു അല്ലെ? ആ ഒരു മീനിങ്ങിലാണ്. അപ്പൊ ഹി ലുക്സ് ടയേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ യു ലുക്ക് ടയേർഡ് എന്ന് പറയാം. എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, you look tired എന്ന് പറയാം. You look tired. Okay, ഇനി they look confused. ഇവിടെ കണ്ടിട്ട് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുന്നു. They look confused. They look confused. അപ്പൊ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ഉള്ളൊരു മീനിങ്ങിലാണ് വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തൊരു എക്സ്പ്രഷൻ സെയിം തന്നെയാണ്, ഈ ഒരു യൂസേജ് തന്നെയാണ് വരാം. എക്സാമ്പിൾ സ്ട്രക്ചർ ചെയ്ത സബ്ജക്ട് പ്ലസ് പ്ലസ് സബ്ജക്ട് പ്ലസ് സീം പ്ലസ് അഡ്ജക്റ്റീവ്. ജെ ആണ് സബ്ജക്ട് പ്ലസ് സീം പ്ലസ് അഡ്ജക്റ്റീവ് ആണ്. ഇതും അങ്ങനെ തോന്നുന്നു ഉള്ളൊരു മീനിങ്ങിലാണ് വരാം. അങ്ങനെ തോന്നുന്നു. The problem seems much complicated എന്ന് പറയും. The problem seems much complicated എന്ന് പറയാം. അതായത് പ്രോബ്ലം കോംപ്ലിക്കേറ്റഡ് ആയെന്ന് തോന്നുന്നു എന്നൊരു മീനിങ്ങിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതും അങ്ങനെ തന്നെയാണ്, തോന്നുന്നു, അങ്ങനെ തോന്നുന്നു എന്നൊരു മീനിങ്ങിലാണ് വരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരുപാട് എക്സാമ്പിൾസിനൊന്നും ആവശ്യമില്ലല്ലോ, കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത വരിക സബ്ജക്ട് പ്ലസ് ഫീൽ പ്ലസ് അഡ്ജക്റ്റീവ്. ഇതും അങ്ങനെ തന്നെയാണ്. തോന്നുന്നു ഒരു മൈൻഡിന്റെ ഒരു മനസ്സിന്റെ അവസ്ഥ എന്നൊക്കെ പറയാം. ഈ രീതിയിൽ വേണമെങ്കിൽ പറയാം. ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ലുക്കിൽ തോന്നുന്നതാണ്. ഫീൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ഫീൽ ചെയ്യുന്നു എന്നൊരു മീനിങ്ങിലാണ് വരാം. സീം എന്ന് പറയുമ്പോൾ അങ്ങനെ കണ്ടിട്ട് ആ പ്രോബ്ലം കണ്ടിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു.
മൂന്ന് തരത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെയിം എന്താണ് മീനിങ് സെയിം ആണെങ്കിലും പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ടൈപ്പിലാണ്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹി ഫീൽസ് ഇത് ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫീൽസ് സഫോക്കേറ്റഡ് എന്ന് പറയും. സഫോക്കേറ്റഡ് ആണ്, സഫോക്കേറ്റഡ് ആയിട്ട് ഒരു ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് എനിക്ക് പറയാം. ഹി ഫീൽസ് സഫോക്കേറ്റഡ് അല്ലെങ്കിൽ ഫീൽസ് ഡിസ്കംഫർട്ടബിൾ എന്ന് പറയാം. Okay. അപ്പോ ഇതുവരെയും നമ്മൾ അഡ്ജക്റ്റീവ് പറഞ്ഞു. ഇങ്ങനത്തെ നൗൺ ആണ് വരുന്നത്. ഇങ്ങനെയാണ് ലെറ്റ്സ് ഹാവ് പ്ലസ് നൗൺ ആണ്. ലെറ്റ്സ് ഹാവ് പ്ലസ് നൗൺ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ let's have a cup of tea എന്ന് പറയാം. Let's have a cup of tea. Let's have a glass of water. Let's have a glass of water. Okay, next subject plus can have plus noun ആണ്. Subject plus can have plus noun. വേണമെങ്കിൽ ആവാം എന്നൊരു മീനിങ്ങിലാണ്. വേണമെങ്കിൽ ആവാം. We can have a cup of tea. വേണമെങ്കിൽ ചായ കുടിക്കാം. നമുക്ക് വേണമെങ്കിൽ ചായ കുടിക്കാം. ആ ഒരു മീനിങ്ങിലാണ്. വേണമെങ്കിൽ ആവാം. We can have a cup of tea. മുമ്പേ പറഞ്ഞ ടീയുടെ എക്സാമ്പിൾ ഒന്നുകൂടെ പറയാ. ഏതിന്റെ എക്സാമ്പിൾ ആണ്? റിയ, ഞാൻ എല്ലാ എക്സാമ്പിളും ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാ എക്സാമ്പിളും ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. നോക്കി എഴുതാം. ഡൗട്ട് വരുമ്പോ നോക്കി എഴുതാം. ഓക്കെ, എക്സാമ്പിൾ ഒന്നുകൂടെ പറയാ. അതാ പറഞ്ഞേ. Let's have a cup of tea. Let's have a glass of water. ഇത് രണ്ടും ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്, കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ നോക്കി എഴുതാം. മീനിങ് ആണോ? ടീയുടെ എക്സാമ്പിൾ ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല. ലെറ്റ്സ് ഗോ എന്ന് പറയണതാ, നമുക്ക് പോകാം എന്നൊരു മീനിങ്. അതുപോലെ തന്നെ ലെറ്റ്സ് ഹാവ്, നമുക്ക് കാപ്പി ചായ കുടിക്കാം എന്നൊരു മീനിങ്ങിലാണ് ഇവിടെ വരാം. ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് ടീ, ലെറ്റ്സ് ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഭയങ്കര വലിയ മീനിങ് ഒന്നുമില്ല. ലെറ്റ്സിന്റെ മീനിങ് അറിയാവുന്നത് കൊണ്ടാണ് ഞാനത് പറയാൻ കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി ക്യാൻ ഹാവ് പ്ലസ് നൗൺ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആവാം. We can have a cup of tea. വേണമെങ്കിൽ നമുക്ക് ചായ കുടിക്കാം. She can have a job in my firm. എന്റെ ഫേമില് ജോലി കൊടുക്കാം എന്നൊരു മീനിങ്ങിലാണ്. ഓക്കെ, വേണമെങ്കിൽ കൊടുക്കാം. Yeah, that's all. Next, should. Next, should have plus noun. Subject plus should have plus noun ആണ്. Okay, subject plus should have plus noun. You should have a name എന്ന് പറയുമ്പോൾ should have എന്ന് പറയുന്നത് ആവശ്യമാണ്. നിനക്കൊരു ലക്ഷ്യം ആവശ്യമാണ്. ഏതൊരു എയിം ആവശ്യമാണ്. ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. You should have an aim. നിനക്കൊരു എയിം ആവശ്യമാണ്. You should have a good leader. You should have a good leader. You should have a good leader.
ലീഡർ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ആവശ്യമാണ് എന്നൊരു മീനിങ്ങിലാണ് നമ്മൾ ഷുഡ് ഹാവ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മസ്റ്റ് ഹാവ് പ്ലസ് നൗൺ. അത് നിർബന്ധമായും വേണം എന്നുള്ള രീതിയിലാണ്. വി മസ്റ്റ് ഹാവ് എ കപ്പ് ഓഫ് ടീ. വി മസ്റ്റ് ഹാവ് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നത് നിർബന്ധമായും നമുക്ക് ചായ കുടിക്കാം. Okay, we must have a cup of tea. We must have a good leader. Okay, we must have a cup of tea. We must have a good leader. Okay, ഇത് നിർബന്ധമായും വേണം എന്നൊരു മീനിങ്ങിലാണ് മസ്റ്റ് ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ഒരു എക്സ്പ്രഷൻ വരാം. സബ്ജക്ട് പ്ലസ് ലുക്ക് ലൈക്ക് പ്ലസ് നൗൺ. മറ്റൊന്നിനോട് സാദൃശ്യം തോന്നുന്നു എന്ന രീതിയിലാണ്. You look like a film star. നിനക്ക് എൻ്റെ ഒരു ഫിലിം സ്റ്റാറിനെ പോലെ തോന്നുന്നു. അല്ലെ, മറ്റൊന്നിനോട് സാദൃശ്യം തോന്നുക എന്നൊരു മീനിങ്ങിലാണ് ലുക്ക് ലൈക്ക് എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ യു ലുക്ക് ലൈക്ക് എ ഫിലിം സ്റ്റാർ എന്ന് പറയുന്നത് നിന്നെ കണ്ടിട്ട് ഫിലിം സ്റ്റാറിനെ പോലെ തോന്നുന്നുണ്ട് എന്നൊരു മീനിങ്ങിലാണ് വരാം. ഓക്കെ, നെക്സ്റ്റ് now you look like a man of 50 years old. Sometimes you look like a fool. Okay, next sound like plus noun. അതായത് സൗണ്ട് കേട്ടിട്ട് എനിക്ക് മറ്റോ അങ്ങനെ തോന്നുന്നു, അത് ആരെപ്പോലെയോ തോന്നുന്നു എന്നതാണ്. അത് നമ്മള് his sounds like fraud എന്നൊക്കെ പറയും. His sound like a fraud. Then his sounds like a miser. Miser means വിഷുക്കൻ. ആ ഒരു രീതിയിലൊക്കെ പറയില്ല. അവരുടെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഓക്കെ, ആ ഒരു മീനിങ്ങിലാണ് ഇവിടെ സൗണ്ട് ലൈക്ക് എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് subject plus seem to be plus noun. മറ്റൊന്നിനോട് സാദൃശ്യം തോന്നുക. സെയിം മീനിങ് തന്നെയാണ്. മറ്റൊന്നിനോട് സാദൃശ്യം തോന്നുക എന്നൊരു മീനിങ് തന്നെയാണ് വരാം. അതായത് ഇപ്പോ he seems to be man of a strong caliber. ഒരു സ്ട്രോങ് കാലിബർ ഒരു മാനായിട്ടാണ് എനിക്ക് ഇതിനെ കണ്ടിട്ട് തോന്നുന്നത്. ആ ഒരു മീനിങ് വരാം. he seems to be a man of caliber. He seems to be a man of caliber. A strong caliber. Strong caliber. Okay, ഈ രീതിയിലാണെന്ന് പറയാം. The next one. Subject plus has or have been plus noun. പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും അങ്ങനെ ആയിരിക്കുന്നു എന്നൊരു മീനിങ്ങിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ
പണ്ട് മുതലേ ഫ്രണ്ട്സ് ആണ്, കുട്ടിക്കാലം മുതലേ നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നവര് വി ഹാവ് ബീൻ ക്ലോസ് ഫ്രണ്ട്സ് സിൻസ് അവർ ചൈൽഡ്ഹുഡ് എന്ന് പറയണം. അപ്പൊ പണ്ട് മുതലേ അങ്ങനെയാണ് എന്നൊരു മീനിങ്ങിലാണ് പറയാ. വി ഹാവ് ബീൻ ക്ലോസ് ഫ്രണ്ട്സ് since our childhood. We have been close friends since our childhood. പണ്ട് മുതലേ അങ്ങനെയാണ്. He has been with us for a long period. You have never been confident in your work. നമുക്ക് നെഗറ്റീവ് പറയാം. You have never been confident in your work എന്ന് പറയാം. Okay. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, എക്സാംസ് റീഡ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇപ്പോ ഈ പറഞ്ഞ എക്സ്പ്രഷൻസ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് യു ക്യാൻ use it or you can speak English. That's all. Okay? Yes. So is it finished? Elaborate കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോകാം. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് ബിൻഷ പറഞ്ഞിരുന്നു, കുറച്ച് ഡെയിലി സെന്റൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് എഴുതിയാലോ? എന്തോ റിയ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. മനസ്സിലാവുന്നില്ല. ചിലപ്പോ റേഞ്ച് ഇഷ്യൂ ആയിരിക്കാം. ഐ തിങ്ക് ഞാൻ പറഞ്ഞില്ല, പറയാൻ പോകുന്നേ ഉള്ളൂ. അതെ പറയൂ. ഞാൻ പറയാൻ സീംസിന്റെ മുമ്പുള്ള എക്സാമ്പിൾ ഒന്നും ഞാൻ കേട്ടില്ല, ഞാൻ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. അത് സമയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരുമോന്ന്. ഏതായിരുന്നു? ഞാൻ ക്ലാസ്സിൽ വൈകിയായിരുന്നു, ഞാൻ ഫോൺ വിളിക്കുവായിരുന്നു. കോംപ്ലിക്കേറ്റഡ് വരെ എഴുതി. പ്രോബ്ലം ബിൻഷ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കോ? ബിൻഷ എവിടെ വരെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാവോ? വരെ എഴുതി. അവിടെ തൊട്ട്. ഓക്കെ, ഞാൻ ഒന്നും മനസ്സിലായില്ല പറഞ്ഞത്. ആരെങ്കിലും കേട്ടോ റിയ പറഞ്ഞത്? മിസ്സേ, അത് അഞ്ചാമത്തെയാണ്. അതായത് എസ് പ്ലസ് സീം പ്ലസ് അഡ്ജക്റ്റീവ്. അതിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ദ പ്രോബ്ലം സീംസ് മച്ച് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, അപ്പൊ അവിടെ വരെ എഴുതിയെന്നാണ് ഉദ്ദേശിച്ചത്. അതുവരെ പറയാനാണ്. അത് മനസ്സിലായില്ല. മിസ്സേ ചോദിക്കണം. അതിന് മുൻപുള്ളതൊന്നും അവിടെ തൊട്ട് എഴുതിയെന്ന് പറയാം. എനിക്ക് തോന്നുന്നു മറ്റേ പ്രോബ്ലം കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, അതിന് മുൻപുള്ളതൊന്നും എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ അതൊന്ന് ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാവോ? ക്ലാസ്സിൽ നിന്ന് മുന്നോട്ട് പോയില്ല. റിയയുടെ നമ്പർ ആരുടെ കയ്യിലെങ്കിലും ഉണ്ടോ? നമ്പർ ഉണ്ടോ? അറിയോ ആർക്കെങ്കിലും നമ്പർ? നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോ അയച്ചു കൊടുത്താലും മതി. ക്ലാസ്സിന്റെ നോട്ടിന്റെ. ആരെങ്കിലും റെഡിയാണോ?
പറയൂ. പ്രോബ്ലം സീംസ് മച്ച് കോംപ്ലിക്കേറ്റഡ്. പറയാനാണെങ്കിൽ നമ്മൾ ആദ്യം മുതൽ പറയേണ്ടി വരും. എന്നാ പോട്ടെ, ഞാൻ കേട്ടോളാം റെക്കോർഡ് ക്ലാസ്. റെക്കോർഡ് ക്ലാസ് കാണും, അതാണ് നല്ലത്. കാരണം കുറച്ച് അധികം ഉണ്ട്. സോറി. 4 എന്തോ എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ 4 എക്സ്പ്രഷൻ പറഞ്ഞിട്ടുണ്ട്. റിയെന്ന് റെക്കോർഡ് ക്ലാസ് കാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഇപ്പൊ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമോ? എഴുതിയത് വരെ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റിയ അത് വേണമെങ്കിൽ നോക്കി എഴുതിക്കോളും. ചെയ്യോ ആരെങ്കിലും? ആരൊന്നും ഉണ്ടാത്തേ? പോട്ടെ, ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടോളാം. സാരമില്ല. മിസ്സേ, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മിസ്സേ? ആ ലാസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, യു ഹാവ് നെവർ ബീൻ കോൺഫിഡന്റ് ഇൻ യുവർ വർക്ക് എന്നുള്ളത്. അപ്പൊ അതിന്റെ അപ്പൊ അതിന്റെ ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. റിയ, ഞാൻ ഇവിടെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നോക്കി എഴുതിട്ടോ. അവിടെ വരെ ഉള്ളത് ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, നോക്കി എഴുതാം. ഓക്കെ, ഓക്കെ ജീൻ ചോദിച്ചോളൂ. ലാസ്റ്റ് സെന്റൻസിൽ യു ഹാവ് നെവർ ബീൻ കോൺഫിഡന്റ് ഇൻ യുവർ വർക്ക് എന്നുള്ള സെന്റൻസ് ഉണ്ടല്ലോ, അതിനകത്ത് ബീൻ വന്നില്ലെങ്കിൽ കൂടിയും ആ സെന്റൻസ് കറക്റ്റ് അല്ലേ? ക്ലിയർ ആയില്ല. യു ഹാവ് നെവർ ബീൻ കോൺഫിഡന്റ് ഇൻ യുവർ വർക്ക് എന്നുള്ള സെന്റൻസ് ഇല്ലേ മിസ്സേ? അതിനകത്ത് ബീൻ ഒരു വാക്കുണ്ടല്ലോ, വേർഡ് ഉണ്ടല്ലോ, അത് ഇല്ലെങ്കിൽ കൂടിയും ആ സെന്റൻസ് കറക്റ്റ് ആണോ? You have never confident in your work എന്നാണ് ഉദ്ദേശിച്ചത്. ബീൻ ഇല്ലായോ? സെന്റൻസ് കറക്റ്റ് ആണോ? സെന്റൻസ് കറക്റ്റ് ആണെന്ന് വെച്ചാൽ യു ഹാവ് നെവർ കോൺഫിഡന്റ് ഇൻ യുവർ വർക്ക്, നീ നിന്റെ വർക്കിൽ ഒരിക്കലും കോൺഫിഡന്റ് അല്ല എന്നൊരു മീനിങ് ആ വരാം. പക്ഷേ യു ഹാവ് നെവർ ബീൻ കോൺഫിഡന്റ് ഇൻ യുവർ വർക്ക് എന്ന് പറയുമ്പോൾ നീ അന്ന് മുതൽ ഇന്ന് വരെയും എന്താണ് അങ്ങോട്ട് നീ വർക്കിൽ കോൺഫിഡന്റ് ആയിരുന്നില്ല, ഇപ്പോഴും അങ്ങനെയല്ല എന്നൊരു മീനിങ് ആ വരാം. മനസ്സിലായോ? ഹാവ് നെവർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നെവർ, ഒരിക്കലും അല്ല എന്നൊരു മീനിങ്ങും, ബീൻ ചേർക്കുമ്പോ നീ അന്നും ഇപ്പോഴും അതേപോലെ തന്നെയാണ് എന്നൊരു മീനിങ്ങും ആണ്. ഓക്കെ മിസ്സേ. ഓക്കെ, ഈ ബീൻ വരുന്നത് അങ്ങനെയാണ്. ബീൻ വരുന്നത് നമ്മുടെ ഒരു കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ കാണിക്കണമെങ്കിൽ ഈ ബീൻ വേണം. ഓക്കെ, ഇല്ല, ഹാവ് നോട്ട്, എനിക്ക് അങ്ങനെ ഇല്ല എന്നാണെങ്കിൽ, ഒരിക്കലും ഇല്ല എന്നാണെങ്കിൽ അവിടെ വെച്ച് ഹാവ് വെച്ചിട്ട് അവസാനിപ്പിക്കുക. അപ്പൊ എനിക്ക് ഒരു കാർ ഉണ്ട്, ഹാവ് എ കാർ ഉണ്ട്, അവിടെ തീർന്നു. മനസ്സിലായോ? ഞാനും അവര് ഫ്രണ്ട്സ് ആയിരുന്നു, വി ഹാവ് ബീൻ ഫ്രണ്ട്സ്. എന്താണ് വി ഹാവ് ബീൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ എന്ന് മുതലാണെന്ന് കാണിക്കണമെങ്കിൽ അവിടെ അത് എന്ന് മുതലാണ്. സീൻസ് അവർ ചൈൽഡ്ഹുഡ് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വി ഹാവ് ബീൻ ഫ്രണ്ട്സ്, ഞാൻ എന്നും ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾ എന്നും ഫ്രണ്ട്സ് ആണ്, ഇപ്പോഴും ഫ്രണ്ട്സ് ആണ്, അന്നും ഫ്രണ്ട്സ് ആണ്, ഇപ്പോഴും ഫ്രണ്ട്സ് ആണ്. ആ ഒരു മീനിങ് വരും വി ഹാവ് ബീൻ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ. മനസ്സിലായോ? ഒരു വ്യത്യാസം, ഇത് വലിയൊരു വ്യത്യാസമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. റിയക്ക് ഡൗട്ടുള്ള പോർഷൻ അത് വരെയുള്ളത് ഞാൻ ഇവിടെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് അറിയാവുന്ന നോക്കി എഴുതാം. ഓക്കെ, റിയ പറഞ്ഞ പോർഷൻ വരെ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതാം കേട്ടോ. ഓക്കെ, ഇനി ബിൻഷ എന്ന് പറഞ്ഞിരുന്നു ഡെയിലി സെന്റൻസ് വേണമെന്ന് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? അത് കണ്ടിന്യൂ ചെയ്യാം. പോയോ? കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ വെച്ച് എഴുതിയെന്ന് പറയോ? അവിടെയെങ്കിലും ഓർക്കോ?
Yes, Miss. പറയൂ ഇവിടെ വരെ എഴുതി. Don't exaggerate. അതാണോ? അന്ന് തോന്നുന്നു. ആണോ? Don't exaggerate ആണോ? ബുക്കൊക്കെ കയ്യിലുണ്ടോ? ശരിയാ മിസ്സേ, ഡോണ്ട് എക്സാജറേറ്റ്. ശരിയാണ്. കുറെ പേജ് എഴുതിയായിരുന്നു, മറിച്ച് മറിച്ച് ഇപ്പോഴാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞു തെറ്റില്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? കണ്ടിന്യൂ ചെയ്യാലോ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പോർഷൻസ് എല്ലാം കവർ ചെയ്യണ്ടേ? ഇനി പുറത്തെ ക്ലാസ് നെക്സ്റ്റ് വീക്കും കൂടി നമുക്ക് ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഐ തിങ്ക് ഇല്ല, ആയിരിക്കാം മേ ബി. അപ്പൊ അതിന് മുൻപ് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, തുടങ്ങിയാലോ? ഞാൻ മലയാളം ചോദിക്കാം, പറ്റുമെങ്കിൽ അത് പറയാൻ ശ്രമിക്കൂ. ഓക്കെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി എങ്ങനെയാണ്? ആ ഇനിയും മിണ്ടില്ല, ഒരെണ്ണം മിണ്ടൂല. ആരാ? I wonder. Walter, then was flabbergasted എന്നൊരു വർക്ക് നമ്മൾ പഠിച്ചിരുന്നു, ഒരു സെന്റൻസ് പഠിച്ചിരുന്നു. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ I was surprised പറയും. I was surprised. ഓക്കെ, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിനക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നത്. നിനക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോ. എങ്ങനെയാ പറയാ? നിനക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോ. You have choose your like. You have choose your wish. Yeah. You can ആണ് അവിടെ. You have അല്ല, you can. You can select anything you like. You can select anything. You can select ആണ്. You can select anything you like. You can select anything you like. Okay, ഇത് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഇത് അത്യാവശ്യമാണോ? Is it essential? Is it essential? അപ്പൊ നെസസറി പറയത്തില്ലേ മിസ്സേ? പറയാനോ? എന്തുണ്ട്? മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത് എന്നൊക്കെ ഞാൻ പറയാം. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. Don't find fault with others. Don't find fault with others. Don't find fault with others. മിസ്സേ, ഡോണ്ട് ഫൈൻഡ് ഫോൾട്ട് വിത്ത് ആണോ? വിത്ത്
find mistake from others എന്ന് ഞാൻ എഴുതിയ. അതോ Don't find fault with Don't try to others. find- മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ഇത് ഇങ്ങനെയും പറയാമല്ലോ. Don't try to find mistakes from others by others. Yeah, പറയാം. കുഴപ്പമില്ല. Yeah. അവൾ ഇവിടെ വന്നിട്ട് ദിവസങ്ങളായി. അവൾ ഇവിടെ വന്നിട്ട് ദിവസങ്ങളായി. Stays since she came here. It's days since she came here. മിസ് ആ സെന്റൻസ് ഒന്നും കൂടി പറയാമോ? ഞാൻ പറയാട്ടോ, just wait. ഞാൻ പറഞ്ഞു, it has been many days since she came here. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ചെയ്യാവേ. It's days since she came here. ഇവിടെ it's been എന്ന് പറയാം. It's been days since she came here. ഇപ്പോൾ it's been a long time. It's been a long time we met എന്ന് പറയാം. It's been a long time we met എന്ന് പറയാൻ ഒരുപാട് നാളെ ഇതിനെ കണ്ടിട്ട് എന്ന് പറയാം. അതുപോലെ തന്നെയാണ് it's been days since she came here എന്ന് പറയാം. Here. ഇനിയിപ്പോ അടുത്തത് എന്നെ പുകഴ്ത്തരുത് എന്നിങ്ങനെയാണ് പറയാം. എന്നെ ഒരുപാട് പുകഴ്ത്തി പറയല്ലേ എന്ന് പറയും. എങ്ങനെയാ? Don't flatter me. Don't flatter me. എനിക്ക് കുറച്ച് ചായ ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കില്ലേ? Make me a cup of tea. Make me a cup of tea. Please make me a cup of tea എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ make me a cup of tea, please. Can you give me a cup of tea? എനിക്ക് നിന്നെ പേടിയില്ല. I'm not scared of you. ഓക്കെ, എന്നാലും ചോദിക്കാം. എങ്ങാനും കിട്ടിയാലോ അല്ലെ, എങ്ങാനും ഒരു ബിരിയാണി കിട്ടിയാലോ എന്ന് ചോദിച്ച പോലെ പറയുന്ന പോലെ ചോദിച്ചിട്ട് നോക്കൂ. ഇതേ എങ്ങനെ കിട്ടിയാലോ? എവിടെന്നാ? നെക്സ്റ്റ് I'm not scared of you. എനിക്ക് ആരെയും പേടിയില്ല. എനിക്ക് നിന്നെ പേടിയില്ല എന്നാണ്. എനിക്ക് നിന്നെ പേടിയില്ല. I'm not scared of you. ഇതെനിക്ക് ഒരുപാട് ആവശ്യം വരുന്ന സെന്റൻസാ. Okay. അടുത്തത് your advice makes me sick. Advice makes me sick. ഇതിന്റെ മീനിങ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അറിയാലോ. എന്റെ ഉപദേശം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു എന്നൊരു മീനിങ്ങിലാണ്. Your advice makes me sick. വാക്ക് ടെൻഷൻ. ആ വാക്ക് ടെൻഷൻ.
ടെൻഷന്റെ വാക്ക് സിക്കായില്ലല്ലോ റിയയുടെ വോയിസ് റിയയുടെ വോയിസ് ക്ലിയർ അല്ല കേട്ടോ. എന്റെ പൊന്നു മനസ്സിലായി. ഞങ്ങളൊന്ന് എഴുതിയെടുക്കട്ടെ, ഒന്നും ഉണ്ടാതിരി. എനിക്ക് മനസ്സിലായി പറഞ്ഞത്. അടുത്തത് ഡെലിബറേറ്റ്ലി ഐ ഡിഡ് ഇറ്റ്. ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്. ഡെലിബറേറ്റ്ലി ഐ ഡിഡ് ഇറ്റ്. ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്. Be manly. That is what we expect from you. ഒരു മനുഷ്യനാകും, അതാണ് ഞങ്ങൾ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. Be manly. That's what we expect from you. It depends upon my mood. It depends upon my mood. അതിന്റെ ഒരു അതിന്റെ മൂഡ് അനുസരിച്ചിരിക്കും. It depends upon my mood. It depends upon my mood. Upon my mood പറയാം, മൈൻഡ് പറയാം, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഒന്നുമില്ല. ടീച്ചർ എന്താ ഒരിക്കലും കൂട്ടി പറഞ്ഞേ? ടീച്ചർ എന്താ ഒരിക്കലോ എന്ന് പറയുന്ന കേട്ടെ? എന്താ സെന്റൻസ്? ടീച്ചർ എന്താ ഒരിക്കലോ ഒരിക്കലോന്നും പറഞ്ഞ സെന്റൻസ് പറഞ്ഞല്ലോ, കാര്യം എന്താ പറഞ്ഞേ? റിയ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല കറക്റ്റ് ആയിട്ട്. എന്താണ് ഒരിക്കലും എന്ന വാക്ക് വെച്ച് എന്തോ ടീച്ചർ പറഞ്ഞല്ലോ കാര്യം, അത് എന്ത് കാര്യമാണ്? ഒരിക്കലോ? ഞാനിപ്പോ പറഞ്ഞു ഒരിക്കലും, ഞാൻ പറഞ്ഞു അങ്ങനെ. ഞാൻ അങ്ങനെ കേട്ടു. ഞാനേ മൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ മൈക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ക്ലാസ് എടുക്കുന്നതാണ് ബെറ്റർ. അല്ലെങ്കിൽ ഈ ക്ലാസ് മുന്നോട്ട് പോയില്ല. ഓക്കെ. It depends upon my mind or my mood. You think you can write. Okay. Yeah. ഞാൻ ലീവിലാണെന്ന് പറയില്ലേ, ഞാൻ ലീവിലാണ്. ഐ എം ഓൺ ലീവ് എന്താണ് പറയുന്നത് കേട്ടോ. ഐ എം ഓൺ ലീവ്. ഞാൻ ലീവിലാണ്. ഐ എം ഓൺ ലീവ്. ഞാൻ ലീവിലാണ്. ഐ എം ഓൺ ലീവ്. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ എറണാകുളത്ത് വെച്ച് കണ്ടു എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ എറണാകുളത്ത് വെച്ച് കണ്ടു എന്നാണെങ്കിൽ the other day I met him at എറണാകുളം. The other day I met him at എറണാകുളം എന്നാ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ എറണാകുളത്ത് വെച്ച് കണ്ടു. The other day I met him at എറണാകുളം. I agree entirely. എന്ന് പറയുമ്പോൾ ഞാൻ പൂർണ്ണമായും എഗ്രി ചെയ്യുന്നു, ഞാൻ യോജിക്കുന്നു എന്നൊരു മീനിങ്ങിലാണ്. I couldn't do it. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. I couldn't do it. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല.
ഞാൻ മഴയത്ത് നടന്നു എന്നാണെങ്കിൽ I walked in the rain. I walked in the rain. I walked in the rain. Don't hesitate. Feel free to talk to me. മടിക്കണ്ട, ഫ്രീ ആയിട്ട് സംസാരിച്ചോളൂ. Don't hesitate. Feel free to talk to me. Okay. We expect an explanation from you. We expect an explanation from you. എനിക്ക് നിന്നിൽ നിന്ന് explanation അറിയണ്ട. ഞാൻ പ്രതീക്ഷിക്കുന്നു, expect ചെയ്യുന്നു. We expect an explanation from you. റിയ, ഞാൻ കേൾക്കാം. ഓക്കെ, ഇതൊന്ന് പറഞ്ഞു കഴിയട്ടെ. ഞാൻ 5 മിനിറ്റ് അറിയിക്കുന്നത്. ഓക്കെ, ഇപ്പോ I need explanation from you എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്റെ explanation ആവശ്യമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണെങ്കിൽ I expect explanation from you എന്ന് പറയും. Okay. I'm determined to do it. I'm determined to do it. ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു. ഡിസൈഡ് എന്ന് പറഞ്ഞാലും മതി. ഡിസൈഡ് ടു ഡു ഇറ്റ് എന്ന് പറയാനും കുഴപ്പമില്ല, ഡിറ്റർമൈൻഡ് എന്ന് പറയാനും കുഴപ്പമില്ല. I have no desire to do it. എനിക്കത് ചെയ്യാൻ ആഗ്രഹമില്ല. I have no desire to do it. You don't deserve it. നീ അത് അർഹിക്കുന്നില്ല. You don't deserve it. You deserve it എന്ന് പറഞ്ഞാൽ നീ അത് അർഹിക്കുന്നു. അല്ലെങ്കിൽ നീ അർഹിക്കുന്നില്ലെങ്കിൽ you don't deserve it എന്ന് പറയാം. അവൻ റിസൈൻ ചെയ്തേക്കാം എന്നാണെങ്കിൽ he may resign. He may resign. അത് ന്യായമല്ല. That's not fair. That's not fair. That's not fair. That's not fair. ഇത് ന്യായമല്ല. Let me wash my hands. ഞാൻ എന്റെ കൈകളൊന്ന് കഴുകിക്കോട്ടെ. എന്ന് പറയില്ല. Let me wash my hands. Let me ആണ്. Let's അല്ല. Let me wash my hands. Let me do it എന്ന് പറയാം. ഞാനത് ചെയ്തോട്ടെ. Let me do it. Okay, let me വെച്ച് നമുക്ക് എന്തും പറയാം. കഴുകിക്കോട്ടെ, ചെയ്തോട്ടെ എന്നൊക്കെ ഒരു മീനിങ്ങളാണ് വരാം. Let me. ഇപ്പോ ഷാലിന് അറിയാലോ. I will meet you in the evening എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ വൈകിട്ട് കാണാമെന്നല്ലേ. I will meet you in the evening.
Okay, then control yourself. സ്വയം നിയന്ത്രിക്കുക. Control yourself. ഇതെല്ലാം അറിയാലോ. Then I am going for a walk. ഞാൻ നടക്കാൻ പോവുകയാണ്. I am going for a walk. Then improve yourself, control yourself, improve yourself എന്നൊക്കെ പറയാം. പിന്നെന്താണ്? Yeah, I have lost my passport. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം. Okay. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഇത് വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. റിയയുടെ സംശയം എന്താണ്? റിയയുടെ ഡൗട്ട് എനിക്ക് മനസ്സിലായി. ഒരിക്കലും എന്ന് പറയുന്ന വാക്ക് ഞാൻ പറഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ടൈമിൽ എന്താണ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. ആരെങ്കിലും ഒന്ന് പറയോ? ഒരിക്കലും എന്നൊരു വാക്ക് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ? ഒന്ന് പറഞ്ഞാരെങ്കിലും. എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു ഒരിക്കലും എന്നൊരു വാക്ക്? എങ്ങനെ കേട്ടു? എനിക്കറിയില്ല. ഓക്കെ റിയ, ഞാൻ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ല. ഓക്കെ. പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, റിയയുടെ കൺഫ്യൂഷൻ തീർന്നു. ഇനി റിയ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറയും. ഞാൻ ആ വാക്ക് കേട്ടു, പക്ഷെ അത് ആരാ പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രേ ഉള്ളു. ടീച്ചർ അല്ല പറഞ്ഞെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സമാധാനമായി. ആരെങ്കിലും പറഞ്ഞോ? ഒരിക്കലും ആരെങ്കിലും, ഇപ്പൊ ഞാനല്ല പറഞ്ഞു. ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞെങ്കിൽ ഒന്ന് ക്ലാസ്സിൽ ഒന്ന് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും. അതിന്റെ ഇനി ഫുള്ള് ഡൗട്ട് ആയിരിക്കും. ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞോ? ബിൻഷാ, ജെയിൻ, ആരെങ്കിലും പറഞ്ഞോ? ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ടീച്ചർ പറഞ്ഞത് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല. ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ചോദിക്കണ്ട, അത് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ. സീ യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. നമുക്ക് ഈ ഡെയിലി സെന്റൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ. സോ ബൈ ഓൾ. താങ്ക് യു സർ.